ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അതിന് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. മാത്രമല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി 2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഏകദേശം 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട, 1/2 കപ്പ് പാല്, ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് എത്രത്തോളം നന്നായി കുഴച്ചെടുക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റും കിട്ടും, പൊറോട്ട നന്നാവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുന്നേ ഈ മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 8 മണിക്കൂർ ഇത് തൊടാതെ വെക്കണം. ഇപ്പോൾ ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് കുഴച്ചെടുത്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പൊറോട്ട അത്രയും സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ഓരോ ബോളാക്കി എടുക്കണം. പോലെ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മണിക്കൂറിന് ശേഷം നമുക്ക് പൊറോട്ട വീശാനായിട്ട് തുടങ്ങാം. ആദ്യം ടേബിളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ഉരുളകളെടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കണം. ഇതിൽ കാണുന്നത് പോലെ വലത് കൈയുടെ ഈ സൈഡ് കൊണ്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് വീശിയെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന അതേ മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി.
വീശിയെടുത്തതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്ത് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. എല്ലാം ചുറ്റിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പരത്തി തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മുരിച്ചെടുക്കാം. ഒരു 4 പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചൂട്ടോട് കൂടി തന്നെ അടിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ലെയറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ പൊറോട്ടയോട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഞങ്ങളുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. ബീഫ് കറിയും പൊറോട്ടയും വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് എന്നെ അറിയിക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.